കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒട്ടനവധി ലേണേഴ്സ് ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി ഇഗ്നോ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഒരുപാട് ലേണേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ 6ഓളം ഡിഗ്രി പ്രോഗ്രാമുകളിലും 5ഓളം PG പ്രോഗ്രാമുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് ലേണേഴ്സ് ഭാവിയിൽ ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ എന്താണ് ലേൺവൈസ്, ലേൺവൈസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ, ലേൺവൈസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ തുടങ്ങി ലേൺവൈസിന്റെ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രധാനമായിട്ടും മെന്റർഷിപ്പ് പോലെയുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുന്ന വീഡിയോ സീരീസിന്റെ 2ാം വീഡിയോയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പേരാണ് ഓൺബോർഡിംഗ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലേൺവൈസിന് 2 രീതിയിലുള്ള കോച്ചിങ് പാക്കേജുകൾ അവൈലബിൾ ആണ്. അതിൽ വിത്ത് മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ വിത്തൗട്ട് മെന്റർഷിപ്പ് ഉണ്ട്. ഇതിൽ വിത്ത് മെന്റർഷിപ്പ് സെലക്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സിന് മാത്രമായിരിക്കും മെന്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഓൺ ബോർഡിംഗ് പ്രോസസ് അവൈലബിൾ ആയിരിക്കുക. ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ ഓൺ ബോർഡിങ്ങിനെ 3 സെഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യ സെഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ലേണറും മെന്ററും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വഴി ഒരു ബന്ധം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ലേണർ ലേൺവൈസിൽ ചേർന്ന പാടെ തന്നെ ലേണർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു അരമണിക്കൂർ സമയം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും ആ ലേണർ പറഞ്ഞ സമയവും അതിനോടൊപ്പം തന്നെ മെന്ററുടെ പ്രൊഫൈലും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വെൽക്കം മീറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. ഈ അയച്ചു തന്നിട്ടുള്ള മെയിലില് മെന്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്ത സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓൺ ബോർഡിംഗ്, ഓറിയന്റേഷൻ, കോഴ്സ് വർക്ക്, മെന്റർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ മെന്റർ വഴി ലേണർക്ക് ലഭിക്കും. ഇതിനുശേഷം ലേണറോട് മെന്റർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. പ്രധാനമായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പഠനത്തിനിടയിൽ എപ്പോഴെങ്കിലും ഗ്യാപ്പ് എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും, പിന്നെ നിങ്ങളുടെ ഹോബീസ്, ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, അതിനൊക്കെ ഉപരി പ്രധാനമായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മെന്റർ ചോദിച്ച് മനസ്സിലാക്കും. ഈ ഇന്ററാക്റ്റീവ് സെഷൻ ഫിനിഷ് ആയ ഉടനെ തന്നെ ഒരു 6 ഗൂഗിൾ ഫോം ലേണർക്ക് അയച്ചു കൊടുക്കും. അതിൽ ആദ്യ ഗൂഗിൾ ഫോമിന്റെ പേരാണ് DGS അഥവാ ഡാറ്റ ഗാദറിംഗ് ഷീറ്റ്. ഇതിൽ നമ്മൾ മെന്റർ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്റ്റഡി റിലേറ്റഡ് കാര്യങ്ങൾ, കോഴ്സ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബാക്കിയുള്ള 5 ഫോംസ് എന്ന് പറയുന്നത് ACA എന്നാണ് അറിയപ്പെടുന്നത്. അക്കാദമിക് കോമ്പിറ്റൻസി അസസ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും വളരെ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എത്രത്തോളമാണ്, അതുപോലെ ടെക്നോളജിക്കൽ അവയർനെസ്, റിസർച്ച് സ്കിൽസ്, ലോജിക്കൽ റീസണിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോംസ് പൂരിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെഷൻ അവസാനിച്ചു. സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ നേരത്തെ ഫിൽ ചെയ്ത ഫോംസ് എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എവിടൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കും കാണാൻ സാധിക്കുക. ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്തിട്ട് സെൻഡ് ചെയ്തു തരും. അപ്പൊ എന്താണ് ഈ പോർട്ട്ഫോളിയോ? നിങ്ങൾ ഈ ഫോംസിലെല്ലാം ഫിൽ ചെയ്ത കാര്യങ്ങളും അതുപോലെ മെന്റർ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഡോക്യുമെന്റ് ഫയൽ രൂപത്തിൽ നമ്മൾ പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. ഈ പോർട്ട്ഫോളിയോയില് നിങ്ങളുടെ പെർഫോമൻസ് എന്താണെന്നുള്ളതും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ലോജിക്കൽ റീസണിംഗ്, റിസർച്ച് സ്കിൽസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, ടെക്നോളജിക്കൽ അവയർനെസ് തുടങ്ങി മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിവിധ ടൈറ്റിലുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏതിലൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ തുടങ്ങിയതെല്ലാം തന്നെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഡോക്യുമെന്റിന്റെ അവസാനത്തിൽ വേ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാൻ കാണാൻ സാധിക്കും. ഈ ആക്ഷൻ ടാസ്കിന്റെ ഭാഗമായിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തൊക്കെ മനസ്സിലാക്കുന്നു, അതുപോലെ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിലെന്താണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അതിനെ പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം. ഈ ഒരു പ്രാക്ടീസ് പ്രോസസ്സിന് ശേഷം നമ്മൾ തേർഡ് സെഷൻ ആയിട്ടുള്ള ഹാൻഡ് ഓവറിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു വീഡിയോ സെഷൻ ഉണ്ടാവും. ആ വീഡിയോ സെഷനിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്ക്രീൻ ഷെയർ ചെയ്ത് വെച്ചിട്ട് മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും എവിടേക്കാണ് മെച്ചപ്പെടുത്താനുള്ളത്, എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ മെന്ററിന്റെ ഒരുപാട് അഡ്വൈസുകളും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് തൊട്ട് ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്തും തരും. ഇത്തരം പ്രോസസ്സുകളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ PGയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒരു ആത്മവിശകലനത്തിനുള്ള സാധ്യത തുറന്നു തരാനും അതിലൂടെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സെഷൻ വഴി ലേൺവൈസ് ഉദ്ദേശിക്കുന്നത്.
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓൺബോർഡിംഗ്. ഓൺബോർഡിംഗിന് ശേഷം വരുന്ന അടുത്ത പ്രോസസ് ആണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ സീരീസിൽ അടുത്തതായിട്ട് ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് ലേൺവൈസ്. ബൈ.